ഹായ് ഓൾ, വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ ഞാൻ എപ്പോഴും റെസിപ്പി വീഡിയോസ് ആണ് എടുക്കാറുള്ളത്. അപ്പോൾ ഇന്നെന്ത് ആമി എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് എന്ത് വീഡിയോ ആണ് എടുക്കേണ്ടതെന്ന് ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പം ഇബൂട്ടിയാണ് ഇന്നത്തെ വീഡിയോ സജസ്റ്റ് ചെയ്തത് അല്ലേ? എന്താ ഇബൂട്ടി സജസ്റ്റ് ചെയ്തേ? അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹോം ടൂർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ കുറച്ച് നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാരണം വേറൊന്നുമല്ല, ഞാനിപ്പോൾ താമസിക്കുന്നത് ഒരു ഫ്ലാറ്റിലാണ്, ചെറിയൊരു 2 BHK ഫ്ലാറ്റ്. അപ്പോൾ നമ്മൾ നമ്മൾ നാട്ടിലൊക്കെ ഒരു വീട് വെക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ടാവുമല്ലോ. അതായത് അധികം കടമൊന്നും ഇല്ലാതെ ലോണൊന്നും ആക്കാതെ ചെറിയ രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു വീടൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് പറ്റിയൊരു സ്റ്റൈലാണ് കേട്ടോ. ഇത് ഞങ്ങൾ റെന്റൽ ഫ്ലാറ്റാണിത്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വലിയൊരു കിച്ചൺ, വർക്ക് ഏരിയ അങ്ങനെയൊക്കെ ഉണ്ടാവാറല്ലേ. പക്ഷെ ഇവിടെ ചെറിയൊരു കിച്ചൺ സ്പേസ് ആണ്, പക്ഷെ മാക്സിമം സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബെഡ്റൂം ആണെങ്കിലും വാർഡ്രോബ് ആണെങ്കിലും അങ്ങനെ, അതായത് നമ്മുടെ നീഡ്സിനനുസരിച്ചിട്ട് എല്ലാ സ്പേസും എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാനുള്ള രീതിയിലാണ് ഫ്ലാറ്റുകൾ എപ്പോഴും ഡിസൈൻ ചെയ്യുക. ഇതിന് മുമ്പ് നിന്നിടത്തൊക്കെ ആണെങ്കിലും ഫ്ലാറ്റിനുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ മാക്സിമം സ്പേസും യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ ആണ് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആക്ച്വലി നാട്ടിലൊക്കെ വീട് വെക്കുകയാണെങ്കിലും നമ്മൾ ഇങ്ങനെയൊക്കെ വെച്ചാൽ മതിയല്ലോ, എന്തിനാണ് വലിയ വീട് വെക്കണേ, ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അല്ലേ കുട്ടി? അല്ലേ, വീഡിയോയിലോട്ട് പോകാന്ന് വരാം. ആദ്യകുട്ടി പറഞ്ഞേ, വീട് കാണാം. കാണാം. തൽക്കാലം നിൽക്കുന്ന വീട്. കാരണം നമ്മളൊരു വീട് വാങ്ങിയിട്ടുണ്ട് ഇവിടെ. അപ്പൊ അതിന്റെ പണി കഴിഞ്ഞിട്ടില്ല അല്ലേ? അപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന്റെ അടുത്തായിട്ടൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഡോറ്. നാട്ടിലെ പോലെ സിറ്റ് ഔട്ട് ഒന്നുമില്ല. മെയിൻ ഡോറ് തുറന്ന് നേരെ നമ്മൾ കയറി വരുന്നത് ഹാളിലേക്കാണ്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഹാളിലുണ്ട്. ഒരു സോഫ കൊടുത്തിട്ടുണ്ട്, പിന്നെ പിള്ളേരുടെ സ്റ്റഡി ടേബിള്, പിന്നെ ഡൈനിങ് ടേബിൾ, ഇതൊക്കെ ഇട്ടേക്കുന്നത് ഈ ഒരു സ്പേസിലാണ്. നമ്മൾ പറഞ്ഞു സ്പേസ് കുറവാണ്, 2 BHK ആണ്, ചെറിയൊരു സ്പേസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആരെങ്കിലും ഒക്കെ വരുവാണെങ്കിൽ ബെഡ് ഒരു പ്രശ്നമാവുമല്ലോ. അപ്പം അതുകൊണ്ട് ഇത് സോഫ കം ബെഡാണ്. പിന്നെ അത് ഇതുപോലെ ഒരു മാറ്റ് വിരിച്ചിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഒന്നും അല്ല കേട്ടോ. കാരണം പിള്ളേര് കളേഴ്സും അതൊക്കെ ഇതിനകത്ത് തേച്ച് വെക്കാറുണ്ട്. ഇവർക്ക് ഇങ്ങനെ ഇരുന്ന് കളിക്കാനും പിന്നെ നമ്മൾ സോഫയിലൊക്കെ ഇരിക്കുവാണെങ്കിൽ കാലധികം തണുക്കൊന്നുമില്ലല്ലോ. ഇതാണ് ഞങ്ങളുടെ TV യൂണിറ്റ്. പക്ഷെ ആക്ച്വലി ഞങ്ങൾ ഇവിടെ TV ഒന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. വേറെ ഒന്നുമല്ല, പിള്ളേരെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അവരതിന് അഡിക്റ്റ് ആവണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ ഭയങ്കര ആക്റ്റീവാണ്. അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് പെൻസിൽ ഡ്രോയിങ്, പെയിന്റിങ്, അങ്ങനെ സ്കെച്ച് എടുത്ത് വരയ്ക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. മാത്രമല്ല 1 വീക്കിലേക്ക് ഒരു ബണ്ടിൽ ഓഫ് പേപ്പേഴ്സ് ഇവർക്ക് ക്രാഫ്റ്റ് ചെയ്യാനും ഇതിനൊക്കെ ആയിട്ട് ഇവർ യൂസ് ചെയ്ത് അങ്ങനെ ആക്റ്റീവാണ്. നല്ല ഗുണമുള്ള ഒരു പരിപാടിയാണ് TV ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത്. പിന്നെ മേലെ ഇതുപോലെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, താഴെ ആമിയൊക്കെ പെട്ടെന്ന് എടുത്ത് പൊട്ടിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പൊ ഈ കുട്ടിക്ക് കിട്ടിയ കുറച്ച് ട്രോഫീസ്, പിന്നെ ഞങ്ങളുടെ ഒരു ഫോട്ടോ അത് വരച്ചതാണ്, പിന്നെ സൈക്കിള്, അതൊക്കെ ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പക്ഷെ ഇതൊന്നും ഞങ്ങൾ ഇങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്തതിന് ശേഷം പുറത്തേക്ക് എടുത്തിട്ടില്ല. പുതിയ വീട് ആയതിനു ശേഷം ഡയറക്റ്റ് അങ്ങോട്ട് കൊണ്ടുവെക്കാന്ന് വെച്ചിട്ട് അതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കാണ്. ഹോളിൽ നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിന്റെ ഡോറിന്റെ 2 വശത്തുമായിട്ട് 2 ടേബിൾസ് ഇട്ടിട്ടുണ്ട്. ഒരെണ്ണം ഇബൂട്ടിയുടെ സ്റ്റഡി ടേബിളും ഒരെണ്ണം എന്റെ ടേബിളും ആണ്. നമ്മുടെ മെയിൻ ഡോറ് തുറക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് എന്റെ ടേബിളാണ്. അതിനുശേഷം ഉള്ള മെയിൻ വ്യൂ എന്ന് പറയുന്നത് ഇബൂട്ടിയുടെ ടേബിളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിടാൻ ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. എസ്പെഷ്യലി ഇബൂട്ടി അവളുടെ സ്റ്റഡി ടേബിൾ നന്നായിട്ട് തന്നെ ഓർഗനൈസ് ചെയ്തൊക്കെ വെക്കാറുണ്ട്. ഇബൂട്ടിക്ക് ഒരു ടേബിൾ ലാമ്പ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യൂട്ട് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ടേബിളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അവൾക്ക് ഇഷ്ടമാണ്. അതൊക്കെ തുടച്ച് എപ്പോഴും വെച്ചോളൂ. പിന്നെ സോഫയുടെ തൊട്ടപ്പുറത്തായിട്ട് ആമിക്കുട്ടിക്കും ഒരു ചെറിയൊരു ടേബിൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇത് ഇബൂട്ടിയുടെ ടേബിൾ ആയിരുന്നു. പിന്നെ അവള് കുറച്ച് വലുതായപ്പോ അവൾക്ക് എന്റെ ടേബിൾ കൊടുത്തു. ഇബൂട്ടിയുടെ ടേബിൾ പിന്നെ ആമിക്കുട്ടിക്ക് കൊടുത്തു. അങ്ങനെ ആമിക്കുട്ടി തന്നെ ഇതെല്ലാം ആമിയുടെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. നമ്മൾ നേരത്തെ കണ്ട TV ഏരിയ ഉണ്ടല്ലോ ഹാളില്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഈ ഒരു ബാൽക്കണിയുടെ അടുത്തായിട്ടാണ് നമ്മൾ ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലേ കുട്ടി? ഡൈനിങ് ടേബിൾ ഫുഡ് കഴിക്കുന്നേ. ഓക്കെ. ബാൽക്കണിയുടെ അടുത്തായതുകൊണ്ട് തന്നെ നല്ല ലൈറ്റ് ആണ്. നമുക്ക് നല്ല ലൈറ്റ് ഉണ്ട് നമുക്ക് എപ്പോഴും ഡേ ടൈമിൽ അല്ലേ?
പിന്നെന്താ, ഹാളിലൊക്കെ നല്ല ലൈറ്റ് ആണ്. ഇപ്പൊ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്യൂബ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. വീഡിയോയിലെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്. അല്ലാതെ ഡേ ടൈമിൽ നമുക്ക് ലൈറ്റ് ഇടുവേ വേണ്ട അല്ലേ? അപ്പൊ ഇത് നമ്മുടെ ബാൽക്കണിയാണ്. സ്ലൈഡിംഗ് ഡോർ ആണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ കോമൺ ബാത്റൂം. ഡൈനിങ് ടേബിളിന്റെ അടുത്ത് തന്നെയാണ്. ഇതാണ് കോമൺ ബാത്റൂം. ഇതൊരു ബെഡ്റൂം ആണ്, അത് കാണിച്ചു തരാം. പിന്നെ കിച്ചൺ ഇവിടെയാണ് വരുന്നത്. ഭയങ്കര ചെറിയൊരു കിച്ചൺ ആണ് കേട്ടോ. പക്ഷെ മാക്സിമം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കിച്ചൺ ആണെന്ന് പറയാം. ഇതാണ് എന്റെ കിച്ചൺ. ഇവിടെ ഫുൾ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. താഴെയും മേലെയും ഇവിടെയൊക്കെ കബോർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചുറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ മേലെ ലോഫ്റ്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഈ ഒരു സൈഡില് ഫ്രിഡ്ജും അതുപോലെ ഓവനും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനും സ്പേസ് ഉണ്ട്. എല്ലാത്തിനും സ്പേസ് ഉണ്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊരു വീട് എപ്പോഴും ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എത്രയും കുറഞ്ഞ ബഡ്ജറ്റ് ആണെങ്കിൽ പോലും എല്ലാ സ്പേസും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുവാണെങ്കിൽ ഭയങ്കര അടിപൊളിയായിരിക്കും എന്നുള്ളതാണ്. ഇത്ര ചെറിയ സ്പേസ് ആയിട്ട് പോലെ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എന്താ പറയാ, ഇവിടെ സ്ഥലം ഉണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം. അറ്റാച്ച്ഡ് ബാത്റൂം ഒക്കെ ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം. ഈ ഒരു വാർഡ്രോബിലാണ് ഞങ്ങൾ എല്ലാ സാധനങ്ങളും വെച്ചിരിക്കുന്നത്. എല്ലാവരുടെയും തുണികൾ വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ ട്രോളി, ക്വിൽറ്റ്, ബാഗ്സ് എന്ന് പറയുന്ന പോലെ എല്ലാ സംഭവങ്ങളും മേലെ വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡിൽ മോൾക്കൊരു പിയാനോയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വാർഡ്രോബിന്റെ ഡോർസ് സ്ലൈഡിംഗ് ഡോർ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്പേസും സേവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ വലിയൊരു മിററും കൊടുത്തിട്ടുണ്ട്. ഒരു ഫുൾ മിററാണ്. പിന്നെ ഇതേ അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. ഇനി നമുക്ക് ഗസ്റ്റ് ബെഡ്റൂമും കൂടെ ഒന്ന് കണ്ടേക്കാം. ആക്ച്വലി ഇവിടെ ഒരു ഗസ്റ്റ് ബെഡ്റൂം ആയിട്ടൊന്നും അല്ല അത് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഈ ഊട്ടിയുടെ ബെഡ്റൂം ആണ്. മാത്രമല്ല ഹസ്ബൻഡിന് വീക്ക്ലി 3 days ആണ് ഓഫീസിൽ പോകേണ്ടത്. അല്ലാത്ത ദിവസങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് സ്റ്റേഷനും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ റൂമിലാണ്. ഈ റൂമിലും ഒരു ഫുൾ വാൾ തന്നെ വാർഡ്രോബ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ തുണിയൊന്നും അല്ല വെച്ചേക്കുന്നത്. ജിക്ക് ഒരുപാട് ടൂൾസ് ഉണ്ട്. അതൊക്കെയാണ് ഈ വാർഡ്രോബിൽ ഫുൾ ആയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോ ഇതാണ് ഞങ്ങളുടെ ഹാപ്പി പ്ലേസ്. ഹോം ടൂർ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇവിടെ ഞങ്ങൾ എല്ലാവരും സസന്തോഷം കഴിയുന്നു എന്ന് പറയാം. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു വീട്. ഈ ഒരു വീട് മാത്രമല്ല കേട്ടോ, ഇതിനു മുമ്പ് താമസിച്ച ഫ്ലാറ്റും ഒക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പം വേറൊന്നുമില്ല. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം.